അന്ന് ഞാൻ വരുമ്പോൾ എനിക്ക് വരുമ്പം ജോലിയില്ലായിരുന്നു. ഞാൻ പാസ് ഔട്ട് ആവുന്നതിന് മുന്നേ ഞാൻ ഡെൻറ്റിസ്റ്റായിട്ട് ഇൻറ്റേൺ വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഞാൻ പലയിടത്തും ഇങ്ങനെ ജോലിക്ക് വേണ്ടി സ്റ്റാർട്ടിംഗ് ആയിട്ട് ഇങ്ങനെ അന്വേഷിക്കുമായിരുന്നു, ഒരു ഇൻറ്റേൺഷിപ്പ് പോലെയെങ്കിലും. പിന്നെ ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞിട്ട് വർക്ക് ചെയ്യാനായിട്ട് ഓരോരുത്തടത്തും ചെല്ലുമ്പം എനിക്ക് മെറിറ്റ് ഉണ്ട്, മാർക്കുള്ള ആളാണ്. പക്ഷെ ഞാൻ ഈ ഉള്ള എൻ്റെ മാർക്കും ഒക്കെ വെച്ച് പല ക്ലിനിക്കിലും പോയിട്ട് ചോദിക്കുമ്പം എല്ലാവരും റിജക്ഷനാണ്. ഒന്നില്ലെന്നുണ്ടെങ്കിൽ അവർ പറയും ഇനി PGക്ക് പ്രിപ്പയർ ചെയ്തോളൂ, അതല്ലെന്നുണ്ടെങ്കിൽ പറയും ഞങ്ങൾക്ക് ഇവിടെ ഓൾറെഡി വേക്കൻസി ഇല്ല. ഞാൻ വിചാരിച്ച് ജോലി കിട്ടാൻ എളുപ്പമായിരിക്കും മാർക്കുള്ളത് കൊണ്ട്. അങ്ങനെ എനിക്ക് തോന്നുന്നു ആലപ്പുഴ കോട്ടയം ഏരിയയിൽ ഞാൻ നടന്ന് എന്ന് റിസപ്ഷനിലൊക്കെ കൊടുത്തിട്ടുണ്ട് എൻ്റെ CV. പക്ഷെ ചിലയിടത്ത് ഞാൻ ചിലരൊക്കെ കണ്ടിട്ടുണ്ട് എൻ്റെ CV ചുരുട്ടിക്കൂട്ടി കളയുന്നത് വരെ. അപ്പം എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പം ഞാൻ അതാണ് ആദ്യമായിട്ട് എൻ്റെ നിയോഗമായിട്ട് വെച്ചത്, എനിക്കൊരു ജോലി കിട്ടണം. കാരണം ആ സമയത്ത് കോവിഡൊക്കെ കന്നു കഴിഞ്ഞിട്ട് എൻ്റെ അപ്പൻ്റെ ജോലിയൊക്കെ പോയിട്ടിരിക്കുകയായിരുന്നു. സാമ്പത്തികമായിട്ട് ലിറ്റിൽ ബിറ്റ് ടൈറ്റ് ആയിരുന്നു. അപ്പം ഞാൻ ജോലിക്ക് അപ്ലൈ ചെയ്തെടുത്തൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ എങ്ങനെയാണെന്നറിയത്തില്ല, ഒരാൾ മുഖേന ഇവിടെ ഉടമ്പടി എടുത്ത് നവംബർ 3 എടുത്തു. ഒരു നവംബർ ലാസ്റ്റൊക്കെ ആയപ്പം ഒരു അങ്കിള് പറഞ്ഞു, എൻ്റെ പപ്പയുടെ ഒരു റിലേറ്റീവാണ്, ഞാനൊന്ന് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞു എവിടെയെങ്കിലും ജോലിയുണ്ടോ. അപ്പം ഞാൻ വലിയ പ്രതീക്ഷയൊന്നുമില്ല, കാരണം ഇത്രയും ക്ലിനിക്ക് ഞാൻ നേരിട്ട് പോയി എൻ്റെ CV എല്ലാം കൊടുത്തിട്ട് രക്ഷയില്ല. പിന്നെ അങ്കിൾ പറഞ്ഞിട്ട് കിട്ടുമോ എന്ന് എനിക്കറിയത്തില്ല, കാരണം പരിചയമില്ലാത്ത ഒരാളെ എങ്ങനെ എടുക്കുന്നത്, അല്ല നേരിട്ട് കാണണ്ടേ. അപ്പം ഡിസംബർ 6 അങ്കിൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നാളെ ഇന്ന സ്ഥലത്തൊന്ന് വരണം, ഒരു ഡോക്ടർ നിന്നെ ഒന്ന് അന്വേഷിച്ചു, ഒന്ന് വന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഇൻ്റർവ്യൂ പോലാണെന്നാണ് എന്നോട് പറഞ്ഞത്. ഡിസംബർ 7 അതായത് മാതാവിൻ്റെ പ്രത്യക്ഷീകരണ ദിവസം. അന്ന് ഞാനും എൻ്റെ പപ്പായും കൂടെ രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ ഞാൻ വെളുപ്പിനെ എഴുന്നേറ്റ് ചൊല്ലി. ഞാൻ സാധാരണ അതുമാത്രം ചൊല്ലും, ഈ വീഡിയോ കാണാറില്ല. അന്ന് യൂട്യൂബിൽ പ്രത്യക്ഷീകരണത്തിൻ്റെ രാവിലത്തെ പ്രാർത്ഥന ഇടാറുണ്ട്. ഞാനത് പോരുന്ന വഴി, എനിക്ക് കോട്ടയം ഞാലിയാങ്കുഴിയിലായിരുന്നു ക്ലിനിക്ക്. അപ്പം ഞാൻ അവിടെ പോകുന്ന വഴി പ്രാർത്ഥന കണ്ട് കൊന്ത ചൊല്ലി, ബൈബിൾ എൻ്റെ ഫോണിലുണ്ട് ആപ്പായിട്ട്, അതിൽ വായിച്ച് അങ്ങനെയാണ് ഞാൻ വന്നത്. ചെന്നിട്ട് ഞാൻ കുറേ CV എൻ്റെ ഇതുവരെ ക്ലിനിക്കലിൻ്റെ മാർക്ക് അതൊക്കെ ആയിട്ട് അങ്ങോട്ട് ചെന്നിട്ട് ഡോക്ടർ എൻ്റെ ഇതൊന്നും മേടിച്ചില്ല. എന്നോട് ആകെ ചോദിച്ചത് കൊച്ചിൻ്റെ പേരെന്താ, കൊച്ച് ഏത് ഇയറാണ് പാസ് ഔട്ടായി, എത്ര മാർക്കുണ്ടെന്നോ ഒന്നും ചോദിച്ചില്ല, ഏതൊക്കെ ലാംഗ്വേജ് അറിയാം, ഇത്ര മാത്രം ചോദിച്ചു. പിന്നെ വീട്ടിൽ നിന്ന് പോരുന്നതിന് മുന്നേ ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും ഉടമ്പടി ഉപ്പും തൈലം ഞാൻ നെറ്റി പുരട്ടിയിരുന്നു. പിന്നെ എൻ്റെ കൂടെ എപ്പോഴും കാശുരൂപമുണ്ട്. അപ്പോൾ ഉപ്പ് ഇട്ടിട്ടാണ് ഞാൻ ആ ക്ലിനിക്കിലോട്ട് കയറുന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം അമ്മ എന്നോട് പറഞ്ഞു, പ്രാർത്ഥിച്ചിട്ടൊക്കെ ഇറങ്ങിക്കോളാൻ പറഞ്ഞു. ഞാൻ വീടിൻ്റെ വാതിക്കൽ ഇറങ്ങിക്കഴിഞ്ഞിട്ട് എൻ്റെ ഉള്ളിൽ നിന്ന് ആരോ പറഞ്ഞു, എനിക്ക് നന്നായിട്ട് ആ ശബ്ദം കേൾക്കാം,